അത് സബ്ജക്ട് കിട്ടും. അതെന്തായാലും അത് എയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നീ അഭിഷേകിനെ വെച്ച് കണക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ സാധനം ഓർമ്മ വന്നത്. വെറുതെ ഞാൻ റെക്കാർഡ് മേടിക്കുന്നത് ആണ്. ഇവിടുത്തെ പല നല്ല മുഖങ്ങളും ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിവിടെ വലിയ പൊട്ടൽ കൂട്ടത്. അതായത് ഇവിടെ പല ട്രയാങ്കിളിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പല രീതിയിൽ ഫേക്ക്. എവറിത്തിങ് ഇസ് ഫേക്ക്. ഇപ്പോൾ ലൈവിൽ ഭയങ്കര രഹസ്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് എസ്. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പറയുന്നത് റസ്മിൻ്റെ കാര്യം തന്നെയാണ്. കാരണം അഭിഷേക് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നോറയുടെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ പുറത്ത് പോയി ആരോടും കോൺടാക്ട് വെക്കില്ലേ, ആരോടും സംസാരിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അറിയാലോ, നമുക്ക് ഓൾറെഡി അറിയാലോ, ജിൻഡോ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരെല്ലാവരും പുറത്ത്, നോറ, റസ്മിൻ, ജാസ്മിൻ ഇവരെല്ലാവരും പുറത്തുനിന്ന് കോൺടാക്ട് ചെയ്തിട്ട് കയറി വന്നാണ് ജിൻഡോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഷേക് എടുത്തെടുത്ത് ചോദിക്കുന്നത്, നിനക്ക് പുറത്ത് പോയാൽ കോൺടാക്ട് ചെയ്യില്ലെന്ന്. അതിൻ്റെ ഇടയ്ക്ക് നോറ റസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ അഭിഷേകിൻ്റെ ഒരു ചിരിയുണ്ട്, ആക്കി ഒരു ചിരി ചിരിച്ചിട്ട് നീ പുറത്ത് പോയാൽ റസ്മിനായിട്ട് കോൺടാക്ട് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്ന സീനുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഊഹിക്കാം. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് അവൻ്റെ LGBT ആ ഒരു സംഭവത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങി ആ ഒരു ടോപ്പിക്കിലൂടെയാണ് ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ക്ലിയറാണ് കാര്യങ്ങൾ പറയുന്നത്, വേറെ ആരെ പറ്റിയല്ല, റസ്മിനെ പറ്റിയാണ്. റസ്മിന് നമ്മുടെ ശ്രീധുവായിട്ടുള്ള ക്രഷിനെ പറ്റിയാണ് അഭിഷേക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ ഈ ഒരു സംഭവം എപ്പോഴാണ് എയർ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. എന്തായാലും തപ്പിയ സംഭവം ഞാൻ പുറത്ത് കൊണ്ടുവരും, എന്തായാലും കാണണമല്ലോ, നമുക്കറിയണമല്ലോ ആരോടാണ് സംസാരിച്ചത്. അഭിഷേക് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറങ്ങുകയായിരുന്നു, അഭിഷേകും ഈ പറഞ്ഞ വ്യക്തിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അഭിഷേക് എടുത്തു പറയുന്നുണ്ട് പലരുടെയും മുഖങ്ങൾ ഫേക്കാണ്, പുറത്തുനിന്ന് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം റസ്മിൻ ഈ പറയുന്ന പോലെ പെമ്പിള്ളേരോട് ക്രഷുള്ള കാര്യം പുറത്ത് പറയാണ്ടകത്ത് നിൽക്കുന്നത് എനിക്ക് ശരിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഇപ്പോൾ റസ്മിൻ അവിടെ പോയിട്ട് ബാക്കിയുള്ള പെമ്പിള്ളേരെ കെട്ടിപ്പിടിക്കുന്നു, കൂടെ കിടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നേരെ തിരിച്ചൊരു ആണാണ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര റോങ് ആയിട്ട് പോകും. പക്ഷേ റസ്മിൻ ഈ ഒരു രീതിയിൽ ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീധുവിനോട് പോയി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ പറയാൻ എനിക്കറിയില്ല, എന്താണ് അതിനൊരു കറക്റ്റായിട്ടൊരു ആൻസർ ഇല്ല, എനിക്ക് പറയാനറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം അഭിഷേക് ആരോടാണ് സംസാരിച്ചെന്നുള്ള സംഭവം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ആരോടാണ് ഇത്രയ്ക്ക് ത്രില്ലടിപ്പിച്ച് അഭിഷേക് പറഞ്ഞേക്ക് ആ സംഭവം നമുക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 40, 40ാമത്തെ എപ്പിസോഡായി. എത്ര പെട്ടെന്നാണ് 40 എപ്പിസോഡായാലും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ജാസ്മിൻ്റെ ഫയറായിട്ടുള്ള സീനിലാണ് തുടങ്ങുന്നത്. അവിടെ വളരെ കൂളായിട്ടെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ നമ്മുടെ ജിൻഡോ പതുപോലെ പോകുന്നു, പറയുന്നു ടിഷ്യൂ പേപ്പർ ബെഡിൽ ഇട്ടിട്ട് പോയതിന് തുടർന്നുള്ള സംഭവമാണ്. അപ്പോൾ എനിക്കിന്ന് പേഴ്സണലി ഫീൽ ചെയ്തത് ജാസ്മിനോട് വെറുത്ത് ആളുകൾക്ക് ഇനി ജാസ്മിനോടൊരു ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. കാരണം ജാസ്മിൻ്റെ മുന്നുള്ള എപ്പിസോഡുകളിൽ ജാസ്മിൻ എക്സ്ട്രീം നമ്മൾ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജാസ്മിന് കർമ്മ എന്ന് പറയുന്ന പോലെ തിരിച്ച് കിട്ടാൻ തുടങ്ങിയ പിന്നെ എപ്പോഴത്തെ പോയാലും ഏത് കോർണറിൽ പോയാലും ആരുടെയൊന്നും കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്, വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അങ്ങനെ സങ്കടം തോന്നിയിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഗബ്രി കയറി ഇതിലിടപെടുന്നത്. അതുവരെ തോന്നിയ സോഫ്റ്റ് കോർണർ കംപ്ലീറ്റ് പോയി. ജാസ്മിനോടുള്ള പ്രശ്നം ജാസ്മിൻ നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുന്നതിൻ്റെ ഇടയിൽ ഗബ്രി ഇടപെടുന്നതിൻ്റെയാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നത്. ജാസ്മിനോട് സ്പേസ് കൊടുക്കുന്നില്ല. ഗബ്രി അതിൻ്റെ ഇടയിലോട്ട് കയറി വരുമ്പോൾ ഇവരോടുള്ള ആ ഒരു സോഫ്റ്റ് കോർണർ ആ സ്പോട്ടിൽ പോയിരുന്നു. ഗബ്രി കയറി ആവശ്യമില്ലാണ്ട് കലവില്ല എന്ന പ്രശ്നം ഉണ്ടാക്കി. അതുവരെ ജാസ്മിൻ പാവം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോ തുടങ്ങി 2 ജബ്രികൾ എന്ന് പറഞ്ഞ മൈൻഡിലോട്ട് എത്തിക്കുന്നത് ഗബ്രിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈവിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചത് ജാസ്മിൻ അടുത്തൊന്നിരിക്കുമ്പോൾ സ്മെല്ലുണ്ടെന്ന് വരെ മുഖത്ത് നോക്കി പറയുന്ന സിറ്റുവേഷനിലോട്ട് എത്തി. അപ്പോൾ ജാസ്മിന് ഇത്രയൊക്കെ ആളുകൾ പറയുമ്പോഴും അത് ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ ഒരു മൈൻഡിൽ കാര്യങ്ങൾ വിടുന്നത് തന്നെയാണ് ഹൗസിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇറിറ്റേഷൻ. ഇപ്പോൾ ചെരുപ്പിടാണ്ട് അവിടെ മൊത്തം നടന്ന് ബാത്റൂമിലൊക്കെ പോയി നടന്ന് ആ കാല് വെച്ച് തന്നെ സോഫയിൽ കയറിയിരിക്കുന്നു, ബെഡിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ എല്ലാവർക്കും അതൊരു ഇറിറ്റേഷൻ. ഇന്ന് റസ്മിനായാലും അപ്സര ആയാലും എല്ലാവരും അതിൻ്റെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ മിണ്ടാണ്ട് സൈലൻ്റിൽ ആ ടൈമിൽ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പണി പാളുമെന്ന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗബ്രി ആ ഒരു സമയത്ത് ഇടപെടാണ്ട് നിന്നേച്ചു. വെയിറ്റ് ചെയ്യരുത്, എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മാറി നിൽക്കരുത്. അത് കാരണം ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായമില്ല. എല്ലാവരും പറഞ്ഞു കാലിറക്കി വെക്ക് എന്ന് പറഞ്ഞു. ക്യാമറ ആണെങ്കിൽ ലൈവിൽ ഫോക്കസ് ചെയ്ത് ജാസ്മിൻ്റെ കാല് വരെ കാണിച്ചു തന്നു. കാലിൽ എത്ര അഴുക്കുണ്ടെന്ന് എല്ലാ പ്രേക്ഷകരെയും ലൈവ് കണ്ട് എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ജാസ്മിൻ ഒരു പരിധി വരെ തരിപ്പുകൊണ്ടിരിക്കുകയാണ്, അത് എക്സ്ട്രീമായിട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാണ്ട് ഈ ഗബ്രി പോയിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരു ദേഷ്യം കൂടി സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെയും പോട്ടെ നോക്കാം. അത് പിന്നെ നമ്മൾ ജബ്രി എന്ന് പറഞ്ഞൊരു കോമ്പോ അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ പോട്ടെ നോക്കാം. പിന്നെ ഇപ്പോൾ സഹിക്കാൻ പറ്റാണ്ടായിരിക്കുന്നത് തുമ്മണേനും ചീറ്റണേനൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കയറി
വരുന്നത് നോറയാണ്. നോറ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ നല്ല അടിപൊളിയാണെന്ന് നമ്മളെല്ലാവരും പറഞ്ഞാണ്. അടിപൊളി നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ജാസ്മിൻ അവിടെ കൈവിട്ട് പോകുന്ന സിറ്റുവേഷനിൽ, അതായത് ഇവർ പ്രീ പ്ലാൻഡ് ആണെന്നുള്ളതിന് ഒരു പ്രൂഫാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ജാസ്മിൻ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നോറ കയറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അതിൻ്റെ ഇടയ്ക്ക് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് മൈൻഡിൽ രജിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺവെർസേഷൻ 1 മിനിറ്റിൽ ഒരു 10 തവണയെങ്കിലും അവളെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവളെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ മര്യാദ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. എന്തിനാണ് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നേരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവരെല്ലാവരും ടീം വർക്കാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ മറ്റൊരാൾ അവിടെ കയറി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവരുടെ ടീമിൽ ടീം വർക്കാണ്, നമുക്കൊന്നും പറയാം, അതിൽ കുഴപ്പമില്ല. അവരുടെ ഗെയിം അവർ കളിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയല്ലേ. എല്ലാ സീസണിൽ നിന്ന് ഈ സീസൺ വ്യത്യസ്തമായിട്ട് മാറ്റി പിടിച്ചല്ല, അപ്പോൾ അവരും മാറ്റി പിടിച്ചായിരിക്കും, അതിൽ നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം അവർ ഓർക്കണം, നമുക്കിതൊക്കെ മനസ്സിലാവും. പിന്നെ ഉണ്ടായത് ബിഗ് ബോസിൻ്റെ ഒരു ടെസ്റ്റ്, അതായത് അടുത്ത പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള മത്സരം. അത് ടെസ്റ്റ് കൊടുത്ത് പവർ ടീമിന് തന്നെ, ഇപ്പം നിലവിലുള്ള പവർ ടീമിന് തന്നെ ബിഗ് ബോസ് പവർ കൊടുത്തു ഏത് ടീം ഇത് അവർക്കെതിരായിട്ട് കളിക്കണമെന്നുള്ളത്. കാരണം 3 പേർക്കും ഡ്രോ ആയിരുന്നു പോയിന്റ്. അപ്പോൾ ഏത് ടീമിനെ സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ സെബിൻ പോയിട്ട് ടണൽ ടീമിനെ സെലക്ട് ചെയ്ത് വന്നിട്ട് അവരായിട്ടുള്ള മത്സരമായിരുന്നു. അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമാണ്. ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും 2 ടീമിലുണ്ട്. അതുകൊണ്ട് ആ 2 ടീമിൽ ഒഴിവാക്കി അവർ 2 പേരും ഇല്ലാത്ത ടീമിനെ അവിടെ അവരുടെ ഗ്രൂപ്പിനെ, അതായത് നിലവിലെ പവർ ടീമിൽ തീരുമാനം മെയിനായിട്ട് എടുത്തത് ഈ ടീം മതി, ഇവർ സായിയുടെ ടീം മത്സരിച്ചാൽ മതി എന്ന് പറയാൻ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് സെബിൻ എടുത്ത തീരുമാനം ബാക്കിയുള്ളവർ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. അപ്പോൾ സെബിൻ അവരായിട്ട് കളിച്ച് തോറ്റാലും കുഴപ്പമില്ല, കാരണം ഗബ്രിയും ജാസ്മിനും സെബിൻ്റെ എങ്ങനെ വന്നാലും പവർ ടീമിലോ ക്യാപ്റ്റൻസിയിലോ ഇടില്ല എന്നുള്ളൊരു വാശിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലോട്ടുള്ള നോമിനേഷൻ കാര്യങ്ങളെല്ലാം സെബിൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. പ്ലാൻ ചെയ്തുള്ള കളിയാണ് അത്. ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, ഈ പ്ലാനിങ് പുറത്ത് പറഞ്ഞിട്ടുള്ള കളി. അത് പ്ലാനിങ് മൈൻഡിൽ വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു വിഭാഗം പറയും ഒരു കോർണർ ചെയ്യുകയാണ്, അവരെ ചതിക്കുന്ന ഒരു ഫീലൊക്കെ ആ പ്രേക്ഷകർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അതിലുള്ള ഒരാളും, അതായത് ബിഗ് ബോസിന് ഒരു ഒറ്റ വിന്നറേ ഉള്ളൂ. ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നൊന്നും ഒരുപാട് വിന്നറില്ല, ഒരൊറ്റ വിന്നറേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വെട്ടണം. ഇത് ചെസ്സാണ്, ചെസ് കളിക്കുന്ന പോലെയാണ്. എതിരാളികളെ കംപ്ലീറ്റ് വെട്ടി മുന്നിലെത്തണം. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഗെയിം. അടിപൊളി ഗെയിമിന് ശേഷം നിലവിലെ പവർ ടീം തന്നെ പവറിൽ കയറിയാണ്. അതായത് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ ടീം തന്നെ പവറിൽ. കാരണം സെബിൻ പവർ ടീമിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫണ്ണായിട്ടുള്ള കണ്ടന്റുകൾ കിട്ടും, ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കുക. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് സെബിൻ. നമുക്ക് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് നമുക്ക് സെബിൻ കയറിയതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ്, ഫൺ എലമെന്റ്സ് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിൻഡോനെ അങ്ങനെയുള്ളവരെയൊക്കെ ഒരു മയത്തിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സെബിൻ. അപ്പോൾ അതുകൊണ്ട് ഒരു എപ്പിസോഡ് വരുമ്പോൾ ഒരു എപ്പിസോഡിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള അടി മാത്രമല്ലാണ്ട് ഫണ്ണായിട്ടുള്ള എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രസമായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വെച്ച് ഞാൻ ആലോചിച്ചപ്പോൾ സെബിൻ്റെ ടീം തന്നെ പവർ ടീമിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചു. അതുപോലെ തന്നെ അവർ അറേഞ്ച് ചെയ്തു. അങ്ങനെ കോംബോ നമ്പർ 2 ശ്രീജുൻ്റെ ലീലാവിലാസങ്ങളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന ലെവലിലോട്ടാണ് പോയത്. അപ്പോൾ മറ്റൊരു വെറുപ്പിക്കൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ബിഗ് ബോസ് ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബിഗ് ബോസ് തന്നെയാണ് ഈ കോംബോകളെ ഇത്ര ബൂസ്റ്റ് ചെയ്ത് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പ്രേക്ഷകർക്ക് ഇതൊന്നും കാണണ്ട, പ്രേക്ഷകർ കാണാതിരിക്കുന്നത് നല്ല നല്ല വാലിഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാനായിരിക്കും. നല്ല ഡീപ്പ് അതിൻ്റെ അകത്ത് പോയിട്ട് കൊഞ്ചിക്കോഴാണ് ഇവർ. അതങ്ങനെ എനിക്ക് വല്ല പാർക്കിലെ ബീച്ചിലൊക്കെ പോയിരുന്ന എത്ര കപ്പിൾസിനെ കാണാം, നമുക്ക് അത് കണ്ടാൽ പോരെ. അത് ഒന്നും കാണണ്ട, നമുക്ക് അതെല്ലാം കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് നല്ല വാലിഡ് ആയിട്ടുള്ള ചർച്ചകളും നല്ല രീതിയിലുള്ള കണ്ടന്റുകളും നല്ല ഗെയിമുകൾ നല്ല ഫൺ എലമെന്റ്സ് ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു ലവ് കോംബോ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പ്ലീസ് സ്റ്റോപ്പ്, ട്രാക്ക് മാറ്റി, നമുക്ക് വേണ്ട. അപ്പോൾ എന്തായാലും നാളത്തെ പ്രൊമോ ഒരു രക്ഷയില്ലാത്ത പ്രൊമോ ആണ്. ജയിൽ നോമിനേഷനാണോ അതോ ക്യാപ്റ്റൻസി നോമിനേഷനാണോ എന്നറിയില്ല. ഏതൊരു നോമിനേഷനിൽ സിറ്റുവേഷനിലാണ് അടി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ പതിപോലെ തന്നെ സെബിനും ജാസ്മിനും തന്നെയാണ് അടി. നല്ലൊരു പ്രശ്നം ആണ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് നാളെ ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടിട്ട് നമുക്ക് അപ്ഡേറ്റ് അറിയിക്കാം. അതുവരെ ബൈ.